പുനലൂരിൽ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമം അച്ചൻകോവിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതുവഴി തെങ്കാശിയും. ഇന്നത്തെ വ്ളോഗിൽ അച്ചൻകോവിലാണ്. പച്ചപ്പും വളവുകളും കാടും പ്രകൃതിയുടെ ശാന്തതയും നിറഞ്ഞൊരു യാത്ര. ഞാൻ ജിജോ. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് അച്ചൻകോവിൽ വരെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അച്ചൻകോവിൽ ഞാനിവിടെ നിന്ന് രാവിലെ ട്രിവാൻഡ്രത്തു നിന്നാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഞാനൊരു രാവിലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു 5:30 സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ടൈം ഏതാണ്ട് 6:30 അപ്പോൾ 6:30 ഇപ്പോൾ എല്ലാം റെഡിയായി വന്നപ്പോഴേ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും നമ്മൾ 6:30 ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നേരെയൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 1.5-2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. അപ്പം അവിടുന്ന് നമുക്ക് 2 പേരും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ. അവർ അവൻ്റെ എഫ് സിയിൽ അതായത് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കണ്ടവർക്കറിയാം, കൈലാസം കാളിദാസ്, അതായത് നമ്മുടെ പൊന്മുടി വ്ളോഗ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇന്ന് നമ്മുടെ അച്ചൻകോവിലിൻ്റെ യാത്രയും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാനവിടെ എനിക്കൊന്ന് 2007 ഞാനവിടെ 2007 എനിക്കൊരു പൾസർ 180 ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം രാത്രിയിൽ അവിടെ പോയി. അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം പോകുന്നത്. അപ്പോൾ ഇന്ന് അവിടുത്തെ യാത്രകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് അവിടെ ചെന്ന് കാണാം ഗൈസ്. ഓക്കെ. വഴയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് കയറിയാണ് പോകുന്നത്. ഇതെന്തോ ട്രെയിന് വലിയ ട്രെയിലറൊക്കെ ഫൈറ്റിൻ്റെ ജപ്പാൻ ശീലമുള്ള പദ്ധതിയാണ്. വലിയ ട്രെയിലർ. ക്യാമറ ഫുൾ ഓണാണ്. എവിടെയായിരുന്നു കൈ ശിവന്മാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് സമയം പോയത്. ടെറർ നിന്റെ ട്രിപ്പെല്ലാം പോയത്. ഇതുണ്ടല്ലയോ പുതിയ ഹെൽമെറ്റൊക്കെ മേടിച്ച് കിടുകയാണ്. അത് മറ്റേ വൈസറും കൂടെ വൈസർ ഇത് തന്നെ നല്ലത് എന്ന് വെച്ചാൽ രാത്രി അല്ലാത്ത സമയത്ത് ഇടിക്കും. ഏതിൻ്റെ അകത്ത് ഓണായി കിടക്കുവാണ് ഡിസ്പ്ലേ? അല്ല, അത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാം. മറ്റേ ഓണാണെന്ന് തോന്നുന്നു. ആ ഓണ. അവിടെ പെട്രോൾ അടിക്കണ്ടേ? ഇത് കുലുക്കി നോക്കി അളവ് നോക്കാനേ പറ്റത്തുള്ളന്നില്ല. അല്ല, നമുക്ക് അവിടെ നെല്ലിപ്പള്ളി പോയി അടിക്കാനോ അതോ എവിടെ നിന്ന് അടിക്കാനാ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ എവിടെ ഉള്ളത്? നെല്ലിപ്പള്ളിയിലുള്ളോ? തൊളിക്കോട് നല്ല പമ്പാണോ? തൊളിക്കോട് എത്ര പോകും? ആ റൈറ്റ് സൈഡിൽ ഉള്ളതില്ലേ? ആ നെല്ലിപ്പള്ളിയിൽ നിന്ന് എവിടെ നിന്നേലും അടിക്കാം. നോക്കാം നമുക്ക്. അവിടെ വരെ പോകില്ലല്ലോ. എടാ, അവിടെ പോയിട്ട് കഴിക്കണോ അതോ അവിടെ പോയി കഴിക്കാം? അപ്പോൾ ഇവിടെ കയറ്റി പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു. എത്ര അടിക്കണോ?
അടിച്ചു. ബാക്കി തമിഴ്നാട്ടിൽ പോയി അടിക്കാം. അപ്പോൾ തമിഴ്നാട്ടിലാകുമ്പോൾ റേറ്റ് കുറവാണ്. ഇപ്പം ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് അടിക്കാനുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. മറ്റൻകോവിൽ വഴി നേരെ തമിഴ്നാട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുനലൂർ എത്തിയിരിക്കുകയാണ്. പുനലൂർ, കൊട്ടാരക്കര, കൊല്ലം, തെന്മല. അപ്പം നമുക്ക് എവിടെ നിന്ന് പോകേണ്ടത് വെച്ചാൽ തെന്മലയ്ക്കുള്ള റൈറ്റിലോട്ടുള്ള റൂട്ടാണ്. അപ്പോൾ ഇത് KSRTC ബസ് സ്റ്റാൻഡാണ്. നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവുണ്ട്. പണ്ടൊക്കെ ഇവിടെ സ്റ്റാൻഡിലൊക്കെ ഞാൻ കുറേ നിന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകുന്നത്. നമ്മുടെ തൂക്കുപാലത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പുനലൂർ തൂക്കുപാലം. നല്ല പോലെ മീനെ കണ്ടു കിടന്ന് പിടയ്ക്കുന്നതാണ്. ഇതാണ് നമ്മുടെ 1877 നിർമ്മിതമായ നമ്മുടെ തൂക്കുപാലം, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇത് TB ജംഗ്ഷനാണ് ഈ ഒരു പറയുന്നത്. ശബരിമല റൂട്ടിൻ്റെ ഈ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നൊരു പാലമാണ്. അപ്പുറത്തെ സൈഡ് പഴയ പാലമായിരുന്നു. ഇവിടെ പഴയ പാലമായിരുന്നു. ഇത് പുതുതായിട്ട് പണിയാണ് കേട്ടോ. നമ്മൾ അലിമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അലിമുക്ക് ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് അടിച്ചാണ് പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് അടിച്ചാണ് കയറി പോകേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് KSRTC ഇറങ്ങി വരുന്നുണ്ട്. കണ്ടു പിന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ കവച്ചായിട്ട്. ഇത് മാഞ്ചിയാണോ? മാഞ്ചിയ മരങ്ങളാണ് കേട്ടോ. രണ്ടോമാരുണ്ടോ? അങ്ങനെ എന്തോ ഫുഡ് വേസ്റ്റ് അങ്ങോട്ട് അവിടെ കിടപ്പുണ്ട്. അതാണ് നല്ല രസമാണ് കേട്ടോ. ഈ ഒരു രാവിലെ ആ ഒരു സൂര്യനും താഴ്ത്തടിക്കുന്ന കുറച്ചും കൂടെ നേരത്തെ വന്നതിന് കുറച്ചും കൂടെ രസമായിരുന്നു കേട്ടോ. റോഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല റോഡ് കിട്ടും. വണ്ടി ഓഫായി. കൂടെ ഉള്ളവന്മാരെ കാണാനില്ലല്ലോ. കേരള വനം വകുപ്പ് അറിയിപ്പ്. അനധികൃതമായ റിസർവ് വനത്തിൽ പ്രവൃത്തി നിർമ്മിച്ചിരിക്കുന്ന കേരളമാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ചുമ്മാ കയറിപ്പോകാൻ പറ്റത്തില്ല, കേസാവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ആനകളൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ റോഡ് കിടപ്പുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോകാനുള്ള ഒരു അനുമതി നമുക്കില്ല. കുറേ റൈഡുണ്ട് കേട്ടോ. എല്ലാവരും സൺഡേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാടി ഇറങ്ങിയിട്ടുണ്ട്. വിടുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ പോകുന്നതുകൊണ്ട് എന്തായാലും കുറച്ച് പേരുണ്ട് കാട്ടിനകത്ത്, ഒറ്റയ്ക്കല്ല. എല്ലാവരും സൺഡേ ആയിട്ട് കറങ്ങിയേക്കാം. ആണ് ഇവിടെ സെക്യൂരിറ്റി എരുകുഴി വനസംരക്ഷണ സമിതി.
ആൾക്കാർ സ്ഥിരം വരുന്ന ഒരു റൂട്ടല്ല. മീൻസ് ഇത് കുറച്ച് എന്താ പറയുക, ആൾ താമസമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കുറച്ചും കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കാവും. ഇത് കറവൂർ റോഡാണ് വന്നത് ഞാൻ. അതായത് പത്തനാപുരം പുനലൂർ വന്നിട്ട് അവിടുന്ന് പത്തനാപുരം റോഡിൽ നിന്ന് കയറി നേരെ അലിമുക്ക് വരുമോ, അലിമുക്ക് വന്നിട്ട് അവിടുന്ന് റൈറ്റ്. അപ്പോൾ ഇവിടെ കൂടുതലായി തേക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. തേക്ക് മരങ്ങൾ അങ്ങനെ കുറേ മരങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതിലേക്കൂടെയൊക്കെ നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് ഇതുവഴി കൂടെ. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ഇവിടെ എനിക്ക് തോന്നുന്നു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ കയറണം. ചെക്ക് പോസ്റ്റിൽ ഇനി ഇത് കാണിക്കണമെന്ന് അറിയത്തില്ല. ചെക്ക് പോസ്റ്റ് ആണോ? ചെക്ക് പോസ്റ്റ് അല്ല 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 കേട്ടോ. ഇത് ഒരു അമ്പലമാണ് കേട്ടോ. മഹാദേവ ക്ഷേത്രം അമ്പലമാണ്. ഞാൻ വിളിച്ചത് ചെക്ക് പോസ്റ്റാണ് കേട്ടോ. റോഡ് ഇമാതിരിയുള്ള റോഡൊക്കെ ആയിരിക്കും കേട്ടോ. കൂടെയുള്ള രണ്ടുപേരെ കാണാനുണ്ട്. അവന്മാരും കൂടെ വരട്ടെ. അവന്മാർ വരുന്നുണ്ട്. കാട്ട് ഇത് കാന്താരിയാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ നിൽക്കുന്നത് കാട്ടിൽ. അവന്മാർ വന്നു. ഇഞ്ചി പോക്കോ. അവനെ പതുക്കെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ വണ്ടിയല്ല, വണ്ടി കുറച്ച് പണിഞ്ഞിറക്കിയേക്കാണ്. എന്ന് വെച്ചാൽ അവൻ്റെ എൻജിനെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് വാൽവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം അങ്ങോട്ട് അയാൾ ഇറക്കിയിട്ട്. അതുകൊണ്ട് ആശ ഒരു ആ എൻജിനൊന്ന് സെറ്റ് ആവുന്നിടം വരെ ആ രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ്. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ചെറിയൊരു ജംഗ്ഷൻ. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മറ്റേ തടി ഡിപ്പോയാണ്. തടി മറ്റേ കഴ നമ്മുടെ പഴയ ഞാനൊരു 2009 ആ സമയങ്ങളിൽ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ വന്നതെന്ന് വെച്ചാൽ മറ്റേ ഇതിലൊക്കെ എസ് സി ലോറിക്കകത്ത് ഭയങ്കര ഈ കഴയടിക്കാൻ പണ്ട് ഇവിടെ വരുമായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛനെ കാണാനില്ല, കുറേ നാളായി പോയിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 2 ദിവസമായി വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് BSNL സിമ്മേ ഉള്ളൂ. പക്ഷേ BSNL ഇല്ലാത്ത ഇവിടെ ഇടയ്ക്ക് കിട്ടും. പക്ഷെ അന്നത്തെ സമയമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഞാനിവിടെ ഞാനും അവനും കൂടെ അന്ന് എൻ്റെ ഒരു പൾസർ 180 ആണ് ആ സമയത്തിരിക്കുന്നത്. അതായത് കോളേജിൽ പഠിക്കുന്ന സമയമാണ് 2008 2010 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രാത്രിയിൽ തിരക്കി വന്നപ്പോൾ പുള്ളിക്കാരൻ ലോറിയായിട്ട് ലോഡുമായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ അതൊക്കെ രാത്രി അന്നെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഒരു പേടി കാര്യങ്ങളൊന്നുമില്ല. രാത്രിയെന്നോ പകലെന്നോ. അന്ന് എൻ്റെ വീട്ടിൽ അറിയാതാണ് ഞാൻ അന്ന് അപ്പുറത്തെ വീട്ടിൽ ഇവിടെ വന്നത്. എന്നുവെച്ചാൽ ഞാൻ ജംഗ്ഷനിലെങ്ങാട്ടുണ്ട് വണ്ടിയായിട്ട് അവരായിട്ട് കാര്യം പറഞ്ഞ് നിൽക്കുകയാണെന്നാണ് അവർ വിചാരിച്ചത്. അടുത്തുള്ള അവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഇതൊന്നുമല്ല രസം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ പൊക്കിയ വേറൊന്നുമല്ല, അച്ചായൻ തന്നെ അവിടുത്തെ ഞങ്ങൾ തിരക്കി പോയ അച്ചായൻ തന്നെ പറഞ്ഞ് ഇവന്മാരൊക്കെ തിരക്കി എന്നെ അവിടെ വന്നേക്കുന്നത്. അതൊക്കെ ഒരു കാലം. എല്ലാം ചുറ്റു ഫോറസ്റ്റാണ്.
ഇതുകൊണ്ട് അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. നല്ല രസമുണ്ട് അവിടെ നല്ല രസമുണ്ട് അവിടെ ഇറങ്ങാൻ. ഇതൊരു സൈഡിൽ കൂടെ വേണമെങ്കിൽ വെള്ള സൈഡിൽ ഇറങ്ങാം കേട്ടോ. ഇതുവഴി കൂടെ പക്ഷെ നോക്കി ഇറങ്ങണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനേകമായ തൃശ്ശൂർ വനത്തിലുള്ള പ്രവേശിക്കുന്ന മാലിന്യ എല്ലാം. നമ്മളെ കുരങ്ങന്മാരൊക്കെ ഡേ ഹൈ ഇവന്മാർ വില്ലന്മാർ കേട്ടോ. ഇവന്മാർ എന്തത്തിനെയോ നോക്കി വിഷയം ഉണ്ടാക്കുവാണ്. നമ്മളെ കണ്ട പോകുമ്പോൾ മോളി ഇരിക്കുന്നവനെ കോക്കുറുത്തി കാണിക്കുവാൻ തോന്നുന്നു. ഇവന്മാർ വില്ലന്മാരാണ്, വിഷയമാണ്. വന്ന വഴിക്ക് ഒരു മയിലിനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. മയിലൊക്കെ ഇവിടെ കോമൺ ആണ്. പിന്നെ തേക്ക് മരങ്ങളും വെള്ളറാവും വലിയ വലിയ മരങ്ങളൊക്കെയാണ്. KSRTC നമ്മൾ ഓണടിച്ച് മുന്നേ ഇപ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം വഴിയാത്രകളും പ്രദേശവാസിയും വ്യാകുലപ്പെടുത്തും. രാത്രിയാനങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ്സാണ് കേട്ടോ. അയ്യപ്പന്മാരുടെ ബസ് ഇറങ്ങി വരുന്നതാണ് കേട്ടോ. കോൺക്രീറ്റ് റോഡ് കണക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് റോഡ് കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റി ഫോറസ്റ്റ് ആണെന്ന്. എനിക്കൊന്ന് ഈ റൂട്ട് അങ്ങനെ ആരും ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു റോഡ് ഇത് സൺഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേരെങ്കിലും കണ്ടത്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്കൊന്ന് ആൾ കുറഞ്ഞ് വരും കേട്ടോ. നമ്മൾ നോക്കി പോകണം എപ്പോഴും. നമുക്ക് ഇതുവഴി അങ്ങ് തമിഴ്നാട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. തമിഴ്നാട് ഇറങ്ങാൻ പറ്റും, നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴി അങ്ങോട്ട് പോവാം. അവിടെ ഇവിടെ ആന ക്രോസിങ്ങിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. വൈൽഡ് ലൈഫ് ക്രോസിങ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക. ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാലേ ഞാൻ വളർന്നതൊക്കെ തെന്മലയിലൊക്കെ. അപ്പോൾ തെന്മലയിൽ നിങ്ങൾക്കറിയാലോ, പിന്നെ അവിടെയും ഇതേ കണക്ക് തന്നെ ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 വർഷമായിട്ടാണ് ട്രിവാൻഡ്രത്തുള്ളത്. ഇത് ഞങ്ങളൊക്കെ പണ്ട് മലയിലൊക്കെ കയറി പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കിതൊരു വലിയൊരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് വെച്ചിട്ട് ഇതിലുമാണ്. എന്തൊക്കെയോ പണിയുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ തന്നെയാണ്. ആൾക്കാർ വരുന്നുണ്ടോ? ഒരു അമ്പലം എത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര നിർമ്മാണ ഫണ്ടിന് സുധാന സംഭാവന ചെയ്യുക. കോട്ടക്കൽ മഹാദേവ വെൽക്കം
കോവിൽ പോലീസ് സ്റ്റേഷൻ കൊല്ലം. ഇവിടെ പോകാൻ ആ ചേട്ടൻ തുറന്നു തന്നെ കേട്ടോ. ആ ചെക്ക് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം കിളച്ചിട്ട് കേട്ടോ. ഇവിടുന്ന് ഉണ്ടോ എത്ര ട്രെയിനാണോ അത്. ഫുള്ള് ഹിറ്റാച്ചി വെച്ച് അടിക്കുകയാണല്ലേ. അതുകൊണ്ട് അവിടെ ഒരു ഹിറ്റാച്ചി, ഇവിടെ മൊത്തത്തിൽ കിളച്ച് ഉഴുതെടുക്കുവാണ്. മുകളിലെന്ത് കോട്ടേഴ്സ് അങ്ങോട്ടാണ്. ഇവിടെയാണ് ഫെൻസിങ് വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ചെറിയൊരു ഇത് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ ഫെൻസിങ് വേലിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിഷയമുള്ള സ്ഥലം തന്നെ. പുതുതായിട്ടെല്ലാം വെച്ച് കെട്ടിയൊക്കെ കാണുന്നു. ചെറിയൊരു അരുവി പോകുന്നുണ്ട്, തോട്. രസമാണല്ലേ. പോർച്ചുഗൽ പറങ്കിപ്പട എന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ. അതുവഴി ഇങ്ങനെ പോവാ, അത് കൊള്ളാം കേട്ടോ. അതുവഴി ഇങ്ങനെ വന്ന് അവിടെ വന്ന് കയറും കേട്ടോ. ഒരു കാറ്റുണ്ട് കേട്ടോ, ഒരു തണുത്ത കാറ്റുണ്ട്. ഇത്രയും ചൂടടിച്ചിട്ട് ഒരു ചെറിയൊരു തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഒരു 10 മണിയാവുന്നു. എന്നിട്ടും ഓടിച്ചിരി മോശമാണ് നിൽക്കാറുള്ളത്. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ദി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള, അച്ചൻകോവിൽ 22 കിലോ, ചെമ്പനരുവി, തിരുപ്പിട്ടപ്പാവ്, മാനേജിംഗ് ഡയറക്ടർ ഹോസ്പിറ്റൽ, കമ്പന റബ്ബർ നഴ്സറി. അച്ചൻകോവിൽ നമ്മളിനിയും പോകണം. പിന്നെ അങ്ങോട്ട് ചെല്ലാതിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ദിവസം കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് ചേച്ചിയൊക്കെ നടന്നു വരുന്നത് കണ്ടോ. ആരോഗ്യം സെറ്റായിരിക്കും. ഇത് കൃഷിയാണ് കേട്ടോ. കൃഷിയാണോ അവിടെ? അതെ, കമുങ്ങ് ഇതൊക്കെ ഉള്ളു. കമുങ്ങ്, തെങ്ങ്, ചെറിയ ചെറിയ കൃഷികളൊക്കെ കാണാം. വൈബ് ഏറിയാണ്. ഇത് മുള്ളുമലയാണോ? നിങ്ങൾ മുള്ളുമല സ്ഥലത്തിൻ്റെ എനിക്കൊന്ന് മുള്ളുമലയാണ് തോന്നുന്നത് കേട്ടോ. ഈ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള, ഓഫീസ് ഓഫ് ദി സ്റ്റേറ്റ് മാനേജേഴ്സ് സ്റ്റേറ്റ്, മുള്ളുമല. അപ്പം അങ്ങോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് മുള്ളുമലയിലോട്ടാണ്. അത് മുള്ളുമല ഫാം അങ്ങനെയുള്ള ടൈപ്പ്.
ഇങ്ങോട്ട് തന്നെയല്ലേ? ഇല്ലേ, കാണിക്കുന്നുണ്ടോ അതിൻ്റെ അത്? ചേട്ടാ അച്ചൻകോവിൽ ഇങ്ങോട്ട് തന്നെ. പണ്ടങ്ങാണ്ട് വന്നുള്ളൂ ഓർമ്മകളൊക്കെ ഉള്ളു. അത് ഇതുവഴി കൂടെ അല്ലായിരുന്നു, അത് ഞാൻ വേറെ റൂട്ടാണ് വന്നത്. അത് ഇനിയും പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ആ റൂട്ട് പല വഴിയുണ്ട് ഇതുവഴി അച്ചൻകോവിൽ വരാൻ വേണ്ടി. കണ്ട് ശ്രദ്ധിച്ച് ഇവിടെ ഇതുവഴി മാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാനൊക്കെ ക്രോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഭാഗ്യത്തിന് കണ്ടാലായി. ഇങ്ങനെ അങ്ങോട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? യുവർ കില്ലിംഗ് സ്പീഡ് നോട്ട് ഓൺലി കിൽസ് യു ബട്ട് ഓൾസോ കിൽസ് അസ്. കൊള്ളാം. നമുക്ക് പതിയെ പോകുന്നതായിരിക്കും നല്ലത്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, തുറന്ന് തന്നെ വെച്ചേക്കുവാണ്. ഫോറസ്റ്റ് കോഴ്സ് പരിശോധനയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും തടയുന്നൊന്നുമില്ല കേട്ടോ, വണ്ടിയൊന്നും തടയുന്നൊന്നുമില്ല. അപ്പോൾ അത് ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ്. അവിടെയാണ് വണ്ടി ഒക്കെ നിർത്തി നോക്കുന്നത് കേട്ടോ. എല്ലാവരും വണ്ടിയൊന്നും പറയുന്നില്ല. ഇത് തടി ഡിപ്പോയാണ്, അച്ചൻകോവിൽ തടി ഡിപ്പോ. ഇവിടെ നിന്നിട്ട് കുറച്ച് കണക്കിന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. ഇതിലൊക്കെ നല്ല നല്ല ഏരിയസാണ്. സർക്കാർ തടി ഡിപ്പോ, അച്ചൻകോവിൽ, അടുക്കള, മുള്ളുമല, ചെമ്പനരുവി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചെമ്പനരുവി ഇവിടെയൊക്കെ താമസമൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. റോഡൊക്കെ ഉണ്ട്. കുറച്ചുകൂടി സേഫായിട്ട് കാരണം എനിക്ക് ഒന്ന് ഇതുവഴി കൂടെ വരാൻ തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പോകുമ്പോൾ എന്ത് വേണ്ടി കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മൾ ഈ ഓരോ വളവും തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം. ഈ സൈഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം നമ്മൾ നോക്കി വേണം പതിയെ പോകാൻ. എന്തോ വിഷയം നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴങ്ങാണ്ട് അടിച്ചു പൊളിച്ച് ഇറങ്ങിയതാണ്. എന്തോ കുറ്റി എന്തോ മരം അങ്ങാണ്ട് വെട്ടിയെടുത്താണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ എല്ലാം ആറാണ് കേട്ടോ. ആറങ്ങോട്ട് ഒഴുകി പോവാണ്. ഞാൻ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കാണിച്ചില്ലായിരുന്നു. ആ ഒരു ആറാണ്. അപ്പോൾ എനിക്കൊന്ന് അവിടെ നിന്ന് മിക്കവാറും വെള്ളം കുടിക്കാനും ഒക്കെ അപ്പുറത്തുനിന്ന് ഇറങ്ങി വരുമായിരിക്കും.
അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വണ്ടിയോട് പോവാം. കുഴപ്പമില്ല, എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വേണം പോവാൻ. എന്ന് വെച്ചാൽ നമ്മൾ ഈ റൂട്ടിൽ ഇതിപ്പോൾ സ്വാമി വണ്ടിയാണ് കേട്ടോ. സ്വാമിമാരുടെ സീസൺ ആയതുകൊണ്ട് അതിൽ സ്വാമി വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ എനിക്കൊന്ന് മറ്റേ കരിമ്പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു വട്ടം ഒരാൾ ചുറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽ. നമ്മൾ നോക്കി വേണം പോവാൻ. ബ്ലാക്ക് പാന്തർ കുറച്ച് എനിക്കൊന്ന് കുറച്ച് പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതൊക്കെ എത്ര എടുത്ത് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏരിയയാണ് കേട്ടോ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഇതിന് അവിടെ ആ കാട്ടിൻ്റെ അകത്തായിരിക്കും കാണുന്നത് കൂടുതലും കേട്ടോ. അവിടെ കിട്ടില്ല ഏരിയ നിൽക്കുന്ന ആ ഒരു ഇവിടെ ആയിരിക്കും ഇല്ലടാ കൂടുതൽ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല, അങ്ങോട്ട് പോവാം. ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുവാണെങ്കിൽ മറ്റേ ആ കല്ലേലിൽ പാലം അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതായത് ആ കോന്നിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുണ്ട് അച്ചൻകോവിലാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ പത്തനാപുരം ആ വഴിയാണ് കയറി വന്നേക്കുന്നത്. ഇപ്പം ഈ വഴി ആരും ഇട്ടില്ല. അപ്പോൾ പുനലൂർ വന്നിട്ടൊക്കെ വരുന്നവർക്ക് ഏറ്റവും എളുപ്പം ഈ ഒരു വഴി കൂടെ ആയിരിക്കും. പക്ഷേ റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല അവിടുത്തെ. ഇവിടെ അതിനേക്കാളും വേണ്ടിയില്ല കേട്ടോ. ഇവിടെ ഇച്ചിരി നല്ല റോഡാണ്. ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. പക്ഷേ കാടായതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും, രാത്രിയിലൊക്കെ ഈ വണ്ടിയുടെ ഇതൊക്കെ കുറവുള്ള സമയത്തായിരിക്കും കൂടുതൽ അവർ ഇറങ്ങി വരുന്നത് കാട്ടിൻ്റെ പുറത്തു നിന്ന്. എന്നിട്ട് ക്യാമറയിൽ തന്നെ എന്തെങ്കിലും വീണോ? എൻ്റെ ഹെൽമെറ്റ് എന്തെങ്കിലും വീണോടാ? ഹെൽമെറ്റിൽ എന്തെങ്കിലും വീണോ? ഇല്ലല്ലോ. എവിടെ? അവിടോ? അങ്ങോട്ടാണോ? ഇത്ര സ്ഥലം നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അവിടോ? ആ അവിടെ കുറേ പേര് അവിടെ കാണേ. അവിടെ ഒരു ഗ്രൗണ്ട് പോണക്കൊണ്ടില്ലയോ അപ്പുറത്തെ സൈഡ്. ഇതിന് പിള്ളേരൊക്കെ കളിക്കുന്ന ഈ ഒരു സൈഡൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അപ്പുറത്തെ ഒരു ട്രൈബൽ ഏരിയ ആണെന്ന് തോന്നുന്നു. അവിടെ ഇറങ്ങാം. വെള്ളത്തിൽ
തിക്ക് ഫോറസ്റ്റ് ആണോ സൈഡിൽ? അതിലൂടെ കുറേ ബട്ടർഫ്ലൈസ് പിടിച്ചതിനായിരുന്നു. പറന്ന് കളിക്കുകയാണത്. ദാണ്ട് 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 നമ്മുടെ കൂടെ ഉണ്ട്. അത് നോക്കുക പോവും കിട്ടില്ല വലിയ ആണ്. ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇവിടെ കിട്ടില്ല വ്യൂ ആണ്. പക്ഷെ എനിക്കൊന്ന് കിട്ടില്ല. ഇവിടെ 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 ആഴമുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ആഴമുണ്ട്. പക്ഷേ അങ്ങോട്ട് കണ്ടോ കിട്ടില്ല വ്യൂ ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു സൈഡിലില്ല. പക്ഷേ ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇരുണ്ട് കിടക്കുമ്പോൾ അറിയാം. അവിടെ ഒന്നും ആഴമില്ല. കിട്ടില്ല വ്യൂ ആണ്. കൊള്ളാല്ലേ? കിട്ടില്ലല്ലേ? മയിൽ കണ്ടോ? അതിവിടെ മയിലിനെ കാണാം. അതുകൊണ്ടൊരു ആൺമയിലാണ് ആ നിൽക്കുന്നത്. ചെറിയൊരു പാലം എത്തി. ചെറിയൊരു പാലം. ഇതെല്ലാം കണ്ടമാനം. ഇവിടെയാണ് മരമൊക്കെ വീണ് ഇവിടെ മൊത്തം. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എഴുതി വീണ്ടും വെച്ചിട്ടുണ്ട്. കുമ്പാരുട്ടി വെള്ളച്ചാട്ടം ഇവിടുന്ന് 9 കിലോമീറ്റർ. ഇവിടെ ആനയുടെ ഒരു വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നുള്ള ആ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പൈസ അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ എത്തിയിട്ടുണ്ട്. അച്ചൻകോവിൽ അമ്പലം. ഇവിടെ നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിലാണ് ഇവിടെ എത്തിയേക്കുന്നത്. അച്ചൻകോവിൽ അമ്പലം എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാലും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. അതോ ഇവിടെ റേഞ്ച് ഉണ്ടോ നോക്കി? അല്ലാണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു കഴിക്കാമല്ലോ. അതുണ്ടല്ലേ? എന്നാൽ പിന്നെ അതും കഴിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞത് റേഞ്ചില്ല. വണ്ടി പൈസ അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അവിടെ വന്നേക്കുന്നത്. അച്ചൻകോവിൽ അമ്പലമാണ്. ഗവൺമെൻറ് അച്ചൻകോവിൽ LP വിഭാഗം. LP സ്കൂളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അച്ചൻകോവിലാണ് നിൽക്കുന്നത്. അച്ചൻകോവിൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൈലാസുണ്ട്. കൈലാസ് ഏതാടാ? അപ്പോൾ ഇന്ന് ഇപ്പോൾ എത്ര മണി സമയം എന്തായി? പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ല. അതാണ് മെയിനായിട്ടുള്ളത്. ഗൈസ് ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക. ഇവിടെ എനിക്കൊന്ന് BSNL അങ്ങോട്ട് റേഞ്ച് ഉള്ളൂ.
വേറെ ലിക്വിഡ് മണിയായിട്ട് നമ്മളിപ്പോഴും കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ വേറെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചാൻസസ് ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അച്ചൻകോവിലിൻ്റെ യാത്ര കഴിഞ്ഞ ശേഷം നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് ഇതിപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വേറെ എവിടെയല്ല, ഇവിടുന്ന് നമ്മൾ നേരെ ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ മേക്കര ഡാം, അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.